ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ്, ശർക്കര പായസം. ഓക്കെ, ഇതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ പരിപ്പ് 2 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയ ചെറുപയർ പരിപ്പില്ലേ, അതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ പാനിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് നല്ലൊരു ബ്രൗണിഷ് കളർ ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിൽ 5 പേർക്കാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കപ്പോളം എടുക്കാം. ഇപ്പം നമ്മൾ ചെറുപയർ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, സ്മെല്ലൊക്കെ മാറി ഒരു പരിപ്പും അതുപോലെ നെയ്യിൻ്റെ ഒക്കെ ഒന്ന് ആയ നല്ലൊരു കിടിലൻ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച പരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റണം. നമ്മൾ കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കില്ലേ കുക്കറിലേക്ക് നമ്മൾ 2ാം പാലാണ് ഒഴിക്കുന്നത്. അതായത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കില്ലേ, അതിൽ 2ാമത്തെ പാലാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ ഒരു ഫുൾ തേങ്ങേൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങേൻ്റെ പാല് കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പോളം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 2ാം പാലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു കൂക്കി അത് ഓഫാക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു 2 സ്പൂണ് നെയ്യിൽ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. മുന്തിരിയൊക്കെ ഇങ്ങനെ നല്ല തടിച്ചിങ്ങനെ വരും, ഇതുപോലെ ആവണേ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ഫ്രൈങ് പാനിക്ക്, നെയ്യ് ഒഴിച്ച അതേ ഫ്രൈങ് പാനിക്ക് തേങ്ങ കൊത്താണ് നമ്മൾ ഇടുന്നത്. അതും ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആവണ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതൊക്കെ നമ്മൾ അവസാനത്തേക്ക് ഇടുന്നതാണ്. അവസാനം നമ്മൾ പായസം റെഡി ആയിട്ട് ഇടുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണമെന്ന് മാത്രം. ഇപ്പം നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. ഇപ്പോൾ ഒരു വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ പരിപ്പ് ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് സ്പൂണ് വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി ഇളക്കി എന്താ പറയുക, ഒന്ന് ഉടച്ചു കൊടുക്കണം ഈ ചെറുപയർ പരിപ്പ് മൊത്തമായിട്ട്. നമ്മൾ ചെറുപയർ പരിപ്പില്ലേ നന്നായി ഉടച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിന് ശർക്കര പാവാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിക്ക് നമ്മൾ ഈ ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനൊപ്പം പാവ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ മെല്ലെ ഒഴിച്ചാൽ മതി. ആദ്യം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുറുകി വരുമ്പോൾ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിനായിട്ടില്ലേ ഇവിടെ കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. വെള്ള ശർക്കര ഒരിക്കലും ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പായസത്തിന് കളറൊന്നും കിട്ടില്ല. അതുകൊണ്ട് കറുത്ത ശർക്കര തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണം. ഇപ്പം നമ്മൾ ശർക്കര നന്നായി തിളച്ച് വരുന്നുണ്ട്, പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ ബബിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാ ശർക്കര കഷ്ണങ്ങളൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നന്നായി കുറുക്കി വരണം നമ്മൾ ശർക്കര പാവ്. ഇതിപ്പോൾ മധുരം കുറേ വേണ്ട ആൾക്കാർ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കരപ്പാവില്ലേ, ഇതിക്ക് നമ്മൾ പരിപ്പില്ലേ, ചെറുപയർ പരിപ്പ്, അതിലേക്ക് ഒഴിക്കണം. അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. കാരണം അതിൽ കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഫ്ലെയിമിൽ ഇടുന്നുണ്ട്. കുക്കർ ഇനി അടയ്ക്കണം. നമ്മൾ കുക്കർ ഒരു പാത്രം വേവിക്കാനുള്ള പാത്രമായിട്ടാണ് യൂസ് ചെയ്യണം. ഇനി കുക്കറിൽ വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പാത്രത്തിൽ തിളപ്പിക്കുന്ന പോലെ വേവിക്കുന്ന. അപ്പോൾ ഇതൊന്ന് ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെറുപയർ പരിപ്പും ഈ ശർക്കരപ്പാവും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി യോജിപ്പിച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ 1ാം പാലില്ലേ, തേങ്ങേൻ്റെ 1ാം പാല്, തേങ്ങാപ്പാലിന് 1ാം പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 3 ഗ്ലാസ്സോളം ഉണ്ട്.
ഇനി നന്നായി ഇതൊന്ന് ഇളക്കി ചേർക്കണം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം ഒന്നും വേവിക്കാൻ പാടില്ല. ഒന്ന് കുറുകി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ആവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് പോവും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ നമ്മൾ പായസം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതാ റെഡി ആയ ശേഷം നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ല, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ താഴെയുള്ള സബ്സ്ക്രൈബർ ബട്ടൺ ഇല്ലേ, അത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒപ്പം ഓൾ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് രൂപത്തിൽ താഴെ കൊടുക്കണം. നിങ്ങൾ കമൻറ്റ് നോക്കിയാലേ എനിക്ക് അറിയുള്ളൂ ഇനി പുതിയ പുതിയ എന്തൊക്കെ ഡിഷ് ഉണ്ടാക്കണം, അതുപോലെ എങ്ങനെ എൻ്റെ വീഡിയോ നന്നായിരുന്നു എന്നൊക്കെ അത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരും. സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.